നമ്മളെ ആദ്യം സ്നേഹിക്കണം, എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കണം. അപ്പൊ ഇവിടെ ഞാൻ എന്നെ മാത്രം സ്നേഹിക്കണ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാരെ ആരെയും അംഗീകരിക്കൂല, അവരെ റെസ്പെക്ട് ചെയ്യൂല, അല്ലെങ്കിൽ അവരോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നില്ല. എല്ലാം ഒരു സ്വാർത്ഥ മൈൻഡായിരുന്നു. അപ്പൊ അവനോട് മാത്രം സ്നേഹമുള്ള അവസ്ഥനെ പറയും സ്വാർത്ഥത എന്ന് പറയും. അപ്പൊ ഈ സ്വാർത്ഥതയുള്ള ലൈഫിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിനുള്ള ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിനൊരു മറുപുറം എന്ന് പറയുന്ന രീതിയിൽ എങ്ങനെ വന്നാലും നമുക്ക് ഇത് വരും. അല്ലെങ്കിൽ സ്വാർത്ഥ മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മളോട് മാത്രം ഡീപ്പായിട്ട് സ്വാർത്ഥമായിട്ടുള്ള ഒരു ലവ് വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ള മനുഷ്യരായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് ഒന്നും ഉണ്ടാവില്ല. അതെ, ശരിക്കും നമുക്കത് മനസ്സിലാണെങ്കിൽ മറ്റൊരാള് സെൽഫ് ലവ് ആ രീതിയിൽ പോകുന്ന ഒരാൾ നമ്മളോട് മിങ്കിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ശരിക്കുള്ള മനസ്സിലാവുന്നത്. അയാൾ അങ്ങനെ തന്നെ ആകുമ്പോൾ അയാളിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് ഒന്നും കിട്ടുന്നില്ല. അയാളെ മാത്രം സ്നേഹിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള വീട്ടിൽ തന്നെ ഒരാളാണെങ്കിൽ നമ്മളെ അത് ഒത്തിരി ബാഡായിട്ട് എഫക്ട് ചെയ്യും. അതെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ എന്റേതാണുള്ള സെൽഫ് ലവിനെ കുറിച്ച് ആദ്യത്തെ സ്റ്റേജ് പറഞ്ഞു. ഇപ്പൊ ഒരു ഫാമിലി നോക്കി പല ഫാമിലീസും കണക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ഭർത്താവ് ഇതുപോലെ അവനവനെ മാത്രം സ്നേഹിക്കുന്ന സ്വാർത്ഥ മൈൻഡുള്ള ഒരാളാണ്. സെൽഫ് ലവ് അയാളോട് മാത്രം. സെൽഫ് ലവ് നമുക്ക് എങ്ങനെ ബാലൻസ്ഡ് ആയിരിക്കണം. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തിട്ട് മറ്റുള്ളവർ സ്നേഹിക്കുന്ന രീതി, അതാണ് ശരിക്കുള്ള സെൽഫ് ലവ്. അപ്പൊ ഈ ഒരു ലേഡി എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത് ഭർത്താവ് ഇങ്ങനെ ഇവരുടെ ഒരു ഇഷ്ടങ്ങളോ ഒന്നും നോക്കൂല, എല്ലാം അയാൾക്കടെ തന്നെ ഇഷ്ടം, അയാൾ പറയണ കേട്ട് അയാൾ പറയണ അനുസരിച്ച് അങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂ. അപ്പൊ അവര് ഓൾറെഡി ഡിവോഴ്സ് ചെയ്യണ അവസ്ഥയിൽ നീങ്ങിക്കഴിഞ്ഞു.